ഒരു മരണ ആവശ്യവുമായിട്ട് തൃശ്ശൂർക്ക് പോയിരിക്കുകയായിരുന്നു. ഞാൻ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വരികയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടത്. അത് എനിക്കിപ്പോ ഞാൻ നേരിട്ട് കാണാത്തത് കൊണ്ട് എനിക്ക് അതിന് കൂടുതൽ പറയാനായിട്ട് സാധിക്കത്തില്ല. എങ്കിലും എനിക്ക് മാധ്യമങ്ങളിലൂടെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ കിട്ടിയത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. തീർച്ചയായും. എന്തായാലും ഞാൻ കരുതിയത് താങ്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്, അതുകൊണ്ടാണ് അത്തരത്തിൽ ചോദിച്ചത്. ക്ഷമിക്കണം. എന്തായാലും എന്താണ് താങ്കൾക്ക്? തൃശ്ശൂർക്ക് പോയിരുന്നു സർ. ഞാൻ വളരെ ലേറ്റ് ഈവനിങ് രാത്രിയാണ് ഞാനും എന്റെ. അല്ല, താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് താങ്കൾക്ക് ലഭിച്ച വിവരം? എന്താണ് മനസ്സിലാക്കിയത്? നിലവിലുള്ള സംഭവവികാസങ്ങൾ വളരെ അധാർമികവും സഭയുടെ സകല നടപടികൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു വർഷങ്ങളായിട്ടുള്ള തർക്കങ്ങളും നിലപാടുകളുമാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ ക്രിമിനൽ സ്വഭാവമുള്ള രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ഞങ്ങളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് ഞങ്ങളുടെ മാതൃഭാവത്ത് ഞങ്ങളുടെ വീടും നാടും ഉറ്റവരെയും ഉടയവരെയും മാതാപിതാക്കളെ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് ഈ അതിരൂപതയ്ക്ക് ദൈവജനത്തിന് സേവനം ചെയ്യാൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് ജീവിതം നീക്കി വച്ചിട്ടുള്ള അർപ്പിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ പൂർണ്ണ മേൽവിലാസം മുഴുവനും ഞങ്ങളുടെ അതിരൂപതയാണ്, ഞങ്ങളുടെ മാതൃഭവനമാണ്. ഞങ്ങൾ ഇത്രയും നാൾ ഈ 2-3 കൊല്ലം മുമ്പ് വരെ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഏതൊരു കുടുംബാംഗവും സ്വന്തം കുടുംബത്തിൽ കയറി ചെല്ലുന്നത് പോലെ കയറി ചെല്ലുകയും ഇടപെടുകയും ഞങ്ങളുടെ പേഴ്സണലും അതുപോലെ അജപാലനപരമായിട്ടുള്ള ഇടപെടൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി സാധിച്ചു പോന്നിരുന്ന വളരെ സൗഹാർദ്ദവും സ്നേഹവും കൂട്ടായ്മയും സ്വന്തം ഭവനത്തിൽ കയറി ചെല്ലുമ്പോഴുള്ള വികാരവിചാരം കണ്ടാൽ സാർ അതുപോലെ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് ഒരാൾക്ക് എൻട്രി ഇല്ല. പോലീസ് രാജാണ് അവിടെ ഭീകരത അനുഭവങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ അടിച്ചമർത്തമാണ് അവിടെ. നോ എൻട്രി. എല്ലാം കാര്യവും താക്കോലിട്ട് പൂട്ടി വച്ചിരിക്കുകയാണ്. ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം ഭവനത്തിൽ കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞങ്ങൾ സഹിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഇപ്പോഴത്തെ കാര്യം നടക്കുന്ന കാര്യങ്ങൾ വളരെ ക്രിമിനൽ സ്വഭാവമുള്ള അനുഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ അതിരൂപതയിലെ ഭരണസംവിധാനങ്ങൾ ചുറ്റാത്തിരിക്കുന്നവർ എല്ലാവരും തന്നെ ക്രിമിനൽ സ്വഭാവമുള്ളവരും കോടതി കേസുള്ളവരും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നവരൊക്കെയാണ്. അതിരൂപതയുടെ എല്ലാ കേസുകളിലും ബന്ധപ്പെട്ട ക്രിമിനൽസ് ഇപ്പൊ അകത്തിരിക്കുന്ന മിഷനറി, അഡ്മിനിസ്ട്രേറ്റീവ് മിഷനറി. ഞങ്ങൾക്ക് ഈ 6-7 ലക്ഷം രൂപ വരുന്ന വിശ്വാസികൾക്കും ഏതാണ്ട് 475ഓളം വരുന്ന ഞങ്ങൾക്ക് അതിരൂപതയിലെ വൈദികർക്കും ഇവരെ ഉൾക്കൊള്ളാൻ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ശരി, ഞാൻ ഫാദർ ദയവായി താങ്കൾ ഇത് ശ്രദ്ധിക്കുക. ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര, PRO സീറോ മലബാർ സഭ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ് റിലീസാണ്. അതിന്റെ ഉള്ളടക്കം ഇപ്രകാരമാണ്. അത് വളരെയധികം കളേഡാണത്. അതായത് മാർപ്പാപ്പ അംഗീകരിച്ച സീറോ മലബാർ സഭാ സിനഡിന്റെ തീരുമാനങ്ങൾക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികർ ഈ ദിവസങ്ങളിൽ നിരാഹാരം നടത്തുകയും അതിരൂപതാ ഭവനം കയ്യേറി സമരം നടത്തുകയും ചെയ്യുന്ന തെറ്റായ പ്രവണത, അതാണ് പറയുന്നത്. തെറ്റായതും ക്രൈസ്തവ ചൈതന്യത്തിനെതിരായതുമായ നടപടിയെ സീറോ മലബാർ സിനഡ് പിതാക്കന്മാർ ഐക്യകണ്ഠേന അപലപിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഈ പ്രസ്താവന ബേസ്ലെസ്, ശുദ്ധ അസംബന്ധമാണ്. ഇങ്ങനെ 100 പ്രസ്താവനകൾ അവിടെ നിന്ന് എഴുന്നള്ളിച്ച് അയക്കുന്നുണ്ട്. അത് ജനങ്ങളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ടാണ്, ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം അത് കച്ചകെട്ടിരിക്കുന്ന ഒരു മീഡിയ കമ്മീഷനാണ് അവിടെ ഉള്ളത്. അല്ല, എനിക്കൊരു സംശയം ഉണ്ടാകുന്നത് ഇതിലെ പിഴവെന്താണ്? ഇങ്ങനെ ഒരു നിരാഹാരം നടത്തുകയോ അല്ലെങ്കിൽ കയ്യേറ്റം നടത്തുകയോ ചെയ്തില്ല എന്നുള്ളതാണോ? നമ്മുടെ ഭവനത്തിൽ സാറിന്റെ വീട്ടിൽ കയറി ചെല്ലുന്നത് കയ്യേറ്റം ചെയ്യാനോ ശ്രമിക്കുവാണോ? അല്ല, നമ്മുടെ സ്വന്തം ഭവനത്തിൽ നമ്മൾ കയറിച്ചില്ല പറ്റാത്ത. അതിന് മറുഭാഗം പറയുന്ന ആരോപണം, അത് ഒരു അഡ്രസ് എന്ന നിലയിൽ ഇപ്പോൾ ഒരു ഭവനത്തിൽ നിന്ന് താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ എൻ്റെ ഭവനത്തിൽ ചെല്ലുന്നത് തെറ്റാണോ അല്ലെങ്കിൽ അത് സമരം ചെയ്യാനാണോ എന്നാണ്.
ആ ഭവനം എന്റെ അഡ്രസ്സായി നിലനിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ, അത് മറ്റൊരാളുടെ കയ്യിൽ ആണെങ്കിൽ അത് അതിക്രമമാകുമല്ലോ. കയ്യേറ്റമോ അതിക്രമമോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ഇപ്പോഴും കുടുംബ അന്തരീക്ഷത്തിന്റെ സൗഹാർദ്ദത, സ്നേഹ കൂട്ടായ്മയിലാണ് ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്പോഴും കയറിയിരിക്കുന്നത് ഈ 21 വൈദികര്. ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് കക്കൂസ് ടോയ്ലറ്റിൽ പോലും പോകാനുള്ള സൗകര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുകയും ആ 21 വൈദികരെ അവർ 4 വർഷവും കൂട്ടി ബന്ധിച്ച് ബന്ധിതരാക്കിയിരിക്കുന്നത്. എന്തൊരു ഒരു കാര്യം കൂടി ക്യാമ്പ് പോലെ ആക്കിയിരിക്കുകയും. ശരി ഫാദർ, ഇതിലൊരു ടെക്നിക്കൽ സംശയം ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതിരൂപതാ കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറി 21 വൈദികരുടെ മേൽ ശിക്ഷാ നടപടി എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സിനഡ് നിർദ്ദേശം നൽകിയെന്നും പറയുന്നുണ്ട്. എന്താണ് അപ്പോൾ ഈ വൈദികർക്ക് അതിരൂപതയെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന നാരകീയ ശക്തികൾക്ക് ഇതിനപ്പുറം ഒന്നും പറയാൻ സാധിക്കില്ല സാർ. ഇതിനെ അവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ മാർപ്പാപ്പ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന ക്രമത്തിൽ അവരുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ തിരികെ കയറ്റി അത് എന്താ പറയാ എഡിറ്റ് ചെയ്ത് ഇല്ലാത്തതാണ് ഞങ്ങളുടെ ഫാദർ. ഇത്തരം റിലീസുകൾ അത് PR ആണ് റിലീസ് അച്ചടിച്ച് നൽകുന്നത്. അപ്പോൾ ഇത് ആരുടെ നേതൃത്വത്തിൽ നടക്കുന്നു? അവിടെയുള്ള പെർമനന്റ് സ്റ്റേറ്റുള്ള മെമ്പേഴ്സോ അല്ലെങ്കിൽ ഈ അതിരൂപയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി അറയും കുറിച്ചിരിക്കുന്ന ഏതാനും മെത്രാന്മാരാണ് ഈ PR കൂട്ടി ധരിപ്പിക്കുന്നത്. അല്ലാതെ ഇതിൽ പറയുന്നത് പോലെ അങ്ങനെ ഒരു സിനഡൊന്നുമില്ല. ശുദ്ധ അസംബന്ധമാണത്. ആ പ്രസ്താവന ഞാൻ ഇപ്പൊ വായിച്ചു സാർ. അത് ശുദ്ധ അസംബന്ധവും ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമാണത്. ഇതൊക്കെ അങ്ങനെ ഈ അതിപുരാതന ശൈലിയായ ഇൻക്വിസിഷൻ, മഹറോൺ അല്ലെങ്കിൽ ട്രിബ്യൂണൽ ഇങ്ങനെയൊക്കെ ഓരപ്പാമ്പ് ഇളക്കി പേടിപ്പിച്ചാൽ പേടിക്കുന്ന ഭയന്നോടുന്ന വൈദികരും വിശ്വാസികളും അല്ല എറണാകുളത്ത് ഇന്നുള്ളത്. നടക്കില്ലത്. ശരി, നടക്കില്ല ഇവിടെ. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഷൈജു ആന്റണി